അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, രാത്രി വീട് അടിച്ചു വാരല്, അതുപോലെ കണ്ണാടിയിൽ നോക്കല്, ഇതൊക്കെ എന്താണ് പാടില്ല എന്ന് പറയുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. രാത്രി വീട് അടിച്ചു വാരുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് ഹാഷിറു തൂഫ 238 നോക്കിയാൽ ഇതിനെക്കുറിച്ച് കാണാൻ കഴിയും. രാത്രി കണ്ണാടിയിൽ നോക്കുന്നത് മുഖം കോടുന്ന മുഖം കോടുന്ന വാതരോഗത്തിനും രാത്രിയിൽ വീടടിച്ചു വാരൽ ദാരിദ്ര്യത്തിനും കാരണമാകുമെന്ന് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രസിദ്ധമായ ബൈത്തുൽ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. അതിനാൽ അതെല്ലാം ഒഴിവാക്കലാണ് ഗുണകരം എന്ന്. അപ്പൊ രാത്രി കണ്ണാടി നോക്കല്, അതുപോലെ വീടടിച്ചു വാരല്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അത്യാവശ്യം ഇപ്പോൾ എവിടെ നോക്കേണ്ടി വന്നാൽ അപ്പോൾ പല ആൾക്കും സംശയം ഉണ്ടോ, വാഹനത്തിൻ്റെ കണ്ണാടി നോക്കുന്നില്ലേ, അങ്ങനെ ഇല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായി, ആ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ അടിച്ചു വാരേണ്ടി വരും. അതല്ല, ഇത് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ പാത്രം കഴുകാതെ വെക്കുക, അതുപോലെ കുളിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെ നഗ്നമായി കുളിക്കുക, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങളുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കല്, അത് ആഖിബത്ത് മോശമാവുള്ള കാര്യമാണ്. വാഹനത്തിന് ബഹുമാനിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, പല ഇതിലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനെ ബഹുമാനിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളും അതിൻ്റെ ബാക്കിൽ നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണാടിയിൽ നോക്കുന്നതും രാത്രി വീട് അടിച്ചു വരുന്നതൊക്കെ കഴിയുന്നതും ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്.